പ്രശസ്ത സംവിധായകൻ പാരഞ്ജിത്ത് സംവിധാനം ചെയ്തിട്ടുള്ള ബ്രഹ്മാണ്ഡ ചിത്രമായ തങ്കലാൻ ഈ വരുന്ന 15-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നടൻ വിക്രത്തിൻ്റെ എല്ലാം വല്ലാത്തൊരു മേക്ക് ഓവറിൽ വരുന്ന ഒരു ചിത്രമാണ് തങ്കലാൻ. തങ്കലാൻ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ മലയാളികൾക്ക്, പ്രത്യേകിച്ചും പാലക്കാട്ടുകാർക്കും ചെർപ്പളശ്ശേരിക്കാർക്കെല്ലാം അഭിമാനിക്കാവുന്ന ചില കാര്യങ്ങൾ ഈ തങ്കലാൻ്റെ ഭാഗമായിട്ടുണ്ട്. ഈ സിനിമയുടെ 13 അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരു വനിതയുണ്ട്. ആ വനിത ചെർപ്പളശ്ശേരിക്കാരിയാണ്, പൂക്കോട്ടുകാവ് സ്വദേശിയാണ്. ആ വനിത എനിക്കൊപ്പം ഉണ്ട്. ശ്രുതി എന്നാണ് പേര്. എങ്ങനെയാണ് ശ്രുതി ഈ തങ്കലാൻ്റെ ഭാഗമാവുന്നത്? ആക്ച്വലി രഞ്ജിത്ത് സാറിൻ്റെ കൂടെ ഞാൻ 2 വർഷമായിട്ട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് അവരുടെ തന്നെ ചാനലായിട്ടുള്ള നീലം സോഷ്യൽ യൂട്യൂബ് ചാനലുണ്ട്, അവിടെ വീഡിയോ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് മാറുന്നത്. ഈ ഡയറക്ഷൻ എല്ലാം പഠിച്ചതിന് ശേഷം എത്തിപ്പെട്ടതാണ് പാരഞ്ജിത്തിൻ്റെ അടുത്ത്. ഞാൻ ഫസ്റ്റ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ പാലക്കാട് പഠിച്ചു. എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം വീഡിയോ എഡിറ്റിംഗ് സീഡിറ്റിൽ ട്രിവാൻഡ്രം സീഡിറ്റിൽ പഠിച്ചു. അതിനുശേഷമാണ് പോകുന്നത് അങ്ങോട്ട് ചെന്നൈക്ക് പോകുന്നത്. ഈ പാരഞ്ജിത്തിനെ പോലുള്ള ഒരു സംവിധായകനൊപ്പമാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അതും അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട്. വലിയ കുറേ ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും. എങ്ങനെയായിരുന്നു ആ ഒരു അനുഭവമൊക്കെ? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ലാംഗ്വേജ് ആയിരുന്നു ഫസ്റ്റ് ചലഞ്ച്, തമിഴ്. പക്ഷേ തമിഴ് പടങ്ങൾ ഒരുപാട് കണ്ടിട്ട് തമിഴ് സംസാരിക്കാൻ കുറച്ച് അറിയായിരുന്നു. ഇപ്പോൾ ഞാൻ തമിഴ് പഠിക്കാനും വായിക്കാനും പഠിച്ചു. ഇപ്പോൾ സ്ക്രിപ്റ്റൊക്കെ തനിയാണ് വായിക്കുന്നത്. വിക്രം സാറുണ്ട്. ഈ തങ്കലാൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് വിക്രം സാറിൻ്റെ വലിയൊരു മേക്ക് ഓവറാണ്. അദ്ദേഹത്തെ നമുക്ക് ആ പോസ്റ്ററിലും ടീസറിലൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അദ്ദേഹം വലിയൊരു എഫേർട്ട് എടുത്ത് വന്നതാണ്. നിങ്ങൾക്ക് അത് ഒപ്പം നിന്ന് കണ്ട വ്യക്തികളുമാണ്. എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡെഡിക്കേഷനും കാര്യങ്ങളൊക്കെ? വിക്രം സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്ര ഏജായി, പക്ഷേ പുള്ളിക്ക് ഓൾറെഡി പ്രശ്നമുണ്ട്, കാലിന് പ്രശ്നമുണ്ട്. അതൊന്നും ഇത് ചെയ്യാതെയാണ് പുള്ളി. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. ഫൈറ്റ് സീക്വൻസിലെല്ലാം ഡ്യൂപ്പേ വേണ്ട, ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊക്കെ പോവും. ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. എങ്ങനെയായിരുന്നു ശ്രുതിയോടുള്ള വിക്രം സാറിൻ്റെ ഒരു പെരുമാറ്റമൊക്കെ? എങ്ങനെ, പ്രത്യേകിച്ച് മലയാളികളോട് വലിയൊരു സ്നേഹമാണ് വിക്രം പ്രകടിപ്പിക്കാറുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ശ്രുതിയോടുള്ളൊരു പെരുമാറ്റമൊക്കെ? മലയാളികളോട് പ്രത്യേക സ്നേഹമുണ്ട്. എന്നോട് എപ്പോഴും മലയാളത്തിലാണ് സംസാരിക്കുക. അപ്പോൾ എപ്പോൾ പോയാലും വീട്ടുകാരെ പറ്റിയും അമ്മയെ പറ്റിയും ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ഭയങ്കര സ്നേഹമാണ്. എല്ലാവരും കണ്ണാന്നാണ് വിളിക്കുക. നല്ല സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. മാളവികയുണ്ട്, അതേപോലെ തന്നെ പാർവതിയുണ്ട്, ശ്രുതിയുണ്ട്. അങ്ങനെ ഇനി മലയാളികളുടെ നീണ്ട നിര ഉണ്ടോ തങ്കലാൻ്റെ ഭാഗമായിട്ട്? ടെക്നിക്കൽ സൈഡിൽ ക്യാമറ ഓപ്പറേറ്റർ റോബിൻ മാത്യു എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുണ്ട്. പുള്ളി നിറയെ പടത്തിൽ, മലയാള പടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ആവേശം, കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ക്യാമറ ഓപ്പറേറ്റർ പുള്ളി കൂടി ഉണ്ടായിരുന്നു. ഈ തങ്കലാൻ എന്ന് പറയുമ്പോൾ പാരഞ്ജിത്തിൻ്റെ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പാരഞ്ജിത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞപ്പോൾ പാരഞ്ജിത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ ഏതാണ് ശരിക്കും? എനിക്ക് മദ്രാസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നക്ഷത്രം നഗരുകരുത്, അതും ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കണ്ടിട്ടാണ് കൂടെ എന്നൊരു തീരുമാനം ഉണ്ടായത്? അതെ. ഫസ്റ്റ് കാല കബാലിയൊക്കെ കണ്ടതിന് ശേഷമാണ് ഓക്കെ ഈ ഡയറക്ടറോട് വർക്ക് ചെയ്യണം എന്നൊരാഗ്രഹം വരാൻ തുടങ്ങിയത്. എങ്ങനെ കൂടെ വർക്ക് ചെയ്ത ആളുകളുടെ ഒരു അപ്രോച്ചും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവരൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിട്ടായിരുന്നു? അതെ, ഭയങ്കര സപ്പോർട്ടീവാണ്. എല്ലാവരും നല്ല സപ്പോർട്ടീവാണ്. കൂടെയുള്ള അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ നല്ല സപ്പോർട്ടീവാണ്. ഈ തങ്കലാൻ്റെ നമ്മൾ പോസ്റ്ററിന് ടീസറൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന് പിന്നിൽ നിങ്ങൾ ഒരുപാട് എഫേർട്സ് എടുത്തിട്ടുണ്ടാവും, ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ആർട്ട് വർക്ക്, ലൊക്കേഷൻ ഹണ്ടിങ്, അതൊക്കെ എങ്ങനെയായിരുന്നു? ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇതിൻ്റെ റിസർച്ച് ടൈമേ 1 വർഷം എടുത്തു. KGF-ൻ്റെ ഹിസ്റ്ററിയാണ് സിനിമ മുഴുവനും. അപ്പോൾ അതിന് റിസർച്ചേ 1 വർഷം എടുത്തു. ഞങ്ങൾ കോസ്റ്റ്യൂമായാലും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാത്തിനും നല്ല റിസർച്ചിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. അപ്പോൾ ഞങ്ങൾ കോസ്റ്റ്യൂമിൻ്റെ ആവശ്യത്തിന് വേണ്ടി മ്യൂസിയം, തഞ്ചാവൂർ മ്യൂസിയം, അങ്ങനെ പല മ്യൂസിയങ്ങളിൽ പോയിട്ട് റിസർച്ച് ചെയ്തു. അങ്ങനെ ഭയങ്കര എഫേർട്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി റിസർച്ചിന് തന്നെ ഭയങ്കര എഫേർട്ട് ആവശ്യമുണ്ടായിരുന്നു. ഈ ആർട്ട് വർക്കൊക്കെ എങ്ങനെയായിരുന്നു? ആർട്ട് വർക്ക് മൂർത്തി, SS മൂർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ട് ഡയറക്ടറാണ് ഇതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ 50ാമത്തെ സിനിമയാണ്. അപ്പോൾ ഭയങ്കര രസമാണ്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, അത്രയും നല്ല രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. റേറ്റിംഗ് ആണ്. അതെ. ഇപ്പോൾ മലയാളത്തിലേക്കും കൂടി ചുവടെ വെക്കാൻ വേണ്ടി ഒരുങ്ങായിരിക്കും. അങ്ങനെയാണെങ്കിൽ മലയാളത്തിൽ ഏത് സംവിധായകൻ്റെ കീഴിൽ നിന്ന് തുടങ്ങണമെന്നാണ് ആഗ്രഹം? ഇല്ല, മലയാളത്തിൽ ഞാൻ ആക്ച്വലി എഡിറ്റിങ്ങിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പു ഭട്ടതിരി എന്ന് പറഞ്ഞിട്ടൊരു എഡിറ്ററുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. 3-4 പടത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അങ്ങോട്ട് ചെന്നൈക്ക് പോകുന്നത്. ഇനി അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല. രഞ്ജിത്ത് സാറിൻ്റെ തന്നെ അടുത്ത പടത്തിൽ വർക്ക് ചെയ്യാനാണ് അപ്പോൾ പോകുന്നത്. അടുത്ത പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് സിനിമ ചെയ്യാനാണ് പോകുന്നത്. സ്വന്തമായിട്ട് സിനിമൻ്റെ പ്ലാനൊക്കെ ഉണ്ട്. നിലവിൽ അങ്ങനെ എന്തെങ്കിലും ടോക്കോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മുമ്പ് എങ്ങനെയാണ് ഈ സംവിധായിക ആവാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവും? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രവർത്തികളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടോ? ഇവിടെ കിണാശ്ശേരിയിൽ രാജേഷ് ഏട്ടൻ്റെ കൂടെ, ഇവിടുത്തെ ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ ഷോർട്ട് ഫിലിംസ് അങ്ങനെ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നൊരു പ്രോത്സാഹനം ഭയങ്കര വലുതാണല്ലോ.
അത് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. പാരഞ്ജിത്തിൻ്റെ തങ്കലാനിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടിൽ ഒരു സ്വീകാര്യതയൊക്കെ ആയി വരുന്നേ ഉള്ളൂ അല്ലേ? അതെ അതെ അത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതെ അതെ. എങ്ങനെയുണ്ട് വീട്ടുകാരൻ്റെ ഒക്കെ ഒരു അപ്രോച്ച് എങ്ങനെയുണ്ട്? അത് ആദ്യമൊന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല സിനിമ എന്നൊക്കെ പറയുമ്പോൾ, പക്ഷെ ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. എന്തുകൊണ്ട് ഈ തങ്കലാൻ പ്രേക്ഷകർ കാണണം എന്നാണ് ശ്രുതിയുടെ ഒരു അഭിപ്രായം? എല്ലാവർക്കും ഇതൊരു പുതിയൊരു പടമായിരിക്കും, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത്ര നിങ്ങൾ ട്രെയിലറും ടീസറൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു പുതിയൊരു വേൾഡിലേക്കാണ് നമ്മളെ കൊണ്ടുപോയി. പാരഞ്ജിത്ത് സാറിൻ്റെ തന്നെ എല്ലാ സിനിമകളിലും ഭയങ്കര വ്യത്യാസമാണ് ഈ സിനിമ. ഭയങ്കര വിഷ്വൽ ട്രീറ്റ്, വിഷ്വലി ഭയങ്കര ഒരു ഇതാണ്. എല്ലാം കൊണ്ടും സൂപ്പർ. GV പ്രകാശാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. കിഷോർ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. അങ്ങോട്ട് സൂപ്പറായിരിക്കും. വിഷ്വലി ഭയങ്കര ഗംഭീര പടമായിരിക്കും. പാരഞ്ജിത്തിൻ്റെ എല്ലാ സിനിമകളും എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മൊറാൽ ഉണ്ടാവും അതിൻ്റെ അവസാനത്തിൽ. ഇതിലും ഉണ്ടല്ലേ? ഉണ്ട്, ഇതിലും ഉണ്ട്. ലാൻഡ് എന്നുള്ള, ഞാനത് റിവീൽ ചെയ്യുന്നില്ല, പക്ഷേ നല്ലതായിരിക്കും. വെയിറ്റിങ്ങിലാണ്. അതുപോലെ ഞങ്ങൾ പ്രേക്ഷകരും അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും വെയിറ്റിങ്ങിലാണ്. എന്തായാലും ശ്രുതി ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കലീൻ, റിപ്പോർട്ടർ പാലക്കാട്.